പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശബ്ദ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗത്തിൽ വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായി സാധിക്കുന്നു: അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ അവൻ ചുങ്കക്കാരനും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കാണുവാൻ, യേശു എങ്ങനെയുള്ള വ്യക്തി എന്നറിയുവാൻ ഏറെ ആഗ്രഹിക്കുവാനിടയായി. യേശു കർത്താവ് എരിഹോവിൽ എത്തിയതറിഞ്ഞ സക്കായി യേശുവിനെ കാണുവാനായി ഓടിയെത്തി. എന്നാൽ യേശുവിനെ കാണാൻ കഴിയാതെ വണ്ണമുള്ള ഒരു വലിയ പ്രതികൂലം സക്കായിയുടെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത്, ഭൗതിക ജീവിതത്തിൻ്റെ അകത്ത് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണമുള്ള ഹൃദയത്തിൻ്റെ അകത്ത് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. എന്നാൽ ഒരു രീതിയിലും നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റാതെ വണ്ണമുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ പതറിപ്പോകരുത്. യേശുവിനെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടെയാണ് സക്കായി കടന്നു വന്നത് എങ്കിലും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ പൊക്കം കുറഞ്ഞവനായതുകൊണ്ട് യേശുവിനെ കാണുവാൻ പറ്റാതെ സക്കായി ആദ്യമൊന്ന് നിരാശപ്പെട്ടു എങ്കിലും സ്തോത്രം, അടുത്തു നിന്ന കാട്ടത്തി മരം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ മരത്തിൻ്റെ മുകളിൽ കയറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രിയ ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വാതിലുകൾ നമ്മൾ കാണാതെ പോകരുത്. പലപ്പോഴും പ്രതികൂലങ്ങളെ നമ്മൾ വലുതായി കാണാറുണ്ട്, പ്രതിസന്ധികളെ നമ്മൾ വലുതായി കാണാറുണ്ട്, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ദൈവം നമുക്ക് തുറന്നു വച്ചിരിക്കുന്ന വാതിലുകളെ, വഴികളെ നമ്മൾ കാണാറില്ല. എന്നാൽ സക്കായി യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വന്നതുപോലെ സ്തോത്രം, ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സക്കായി കാട്ടത്തിയുടെ മുകളിൽ കയറിയതുപോലെ എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, ദൈവസ്ഥനിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ, ദൈവസ്ഥനിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ, സ്തോത്രം, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ചില മുഖാന്തരങ്ങളെ തിരിച്ചറിയേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. സക്കായിയുടെ വിചാരം ഇന്നതാണ്: ഞാൻ യേശുവിനെ കാണുവാനായി ആഗ്രഹിച്ചു. ഞാൻ എരിഹോവിൽ വന്നു, യേശുവിനെ കാണുവാൻ കാട്ടത്തി മുകളിൽ കയറി. അതാ യേശു വരുന്നു, ഞാൻ കണ്ടു. ഒത്തിരി നാളത്തെ എൻ്റെ ആഗ്രഹം. പലരിലൂടെയും യേശുവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. യേശുവിനെക്കുറിച്ച് ഞാൻ പലരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ യേശുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യേശു എങ്ങനെയുള്ള വ്യക്തിയെന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. എനിക്ക് കാണണമെന്നുള്ള സക്കായിയുടെ ആഗ്രഹമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എരിഹോവിൽ വെച്ച് യേശുവിനെ സക്കായി കണ്ടു. അവൻ്റെ ആഗ്രഹം അവിടെ സഫലമായി. എന്നാൽ സ്തോത്രം, ആ ഒരു ചെറിയ ആഗ്രഹത്തിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോകാതെ സക്കായിയുടെ ജീവിതത്തിൻ്റെ അകത്തിതാ ഹല്ലേലൂയ വലിയൊരു വാതിൽ തുറന്നു വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സക്കായി യേശുവിനെ നോക്കിയിരിക്കുന്ന സമയം അതാ യേശു കർത്താവ് കാട്ടത്തി മരത്തിൻ്റെ ചുവട്ടിലെത്തി സക്കായിയോട് ഇപ്രകാരം പറഞ്ഞു: സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നോക്കിക്കേ പ്രിയരെ, സക്കായിക്ക് യേശുവിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, യേശു കർത്താവ് സക്കായിയുടെ ഉള്ളത്തെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം, സക്കായിയോട് വന്ന് സംസാരിച്ചു. ഹല്ലേലൂയ. സക്കായിയുടെ ഭവനത്തിൻ്റെ അകത്ത് പാർക്കുവാൻ പോകാൻ തക്കവണ്ണം തീരുമാനം യേശു കർത്താവിൻ്റെ ഉള്ളത്തിൻ്റെ അകത്ത് നിന്ന് വന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഇത് എൻ്റെ ആഗ്രഹം മാത്രമാണ്, ഇത് നടക്കാൻ പോകത്തില്ല. സ്തോത്രം, ഇത് നടക്കത്തില്ല, ഇത് എങ്ങനെ നടക്കുമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നമ്മുടെ ഉള്ളത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയ നുറുക്കങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ സക്കായിയുടെ അടുത്ത് വന്ന് യേശു കർത്താവ് സംസാരിച്ചു. സക്കായിയെ മരത്തിൽ നിന്ന് വിളിച്ചിറക്കുമ്പോൾ സക്കായി വളരെ സന്തോഷത്തോടെ യേശു കർത്താവിനെ
കൈക്കൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. സക്കായി വളരെ സന്തോഷത്തോടെ യേശു കർത്താവിനെ തൻ്റെ ഭവനത്തിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ആമേൻ ഹല്ലേലൂയ, വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് സ്വീകരിക്കണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഭവനത്തിൻ്റെ അകത്തേക്ക് യേശു കർത്താവിനെ നമ്മൾ സ്വീകരിക്കണം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങൾ യേശു വസിക്കുന്ന ഭവനങ്ങളായി മാറണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എപ്പോഴാണ് ആമേൻ ഹല്ലേലൂയ സക്കായി യേശു കർത്താവിനെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്, ആ നിമിഷം മുതൽ സക്കായിയുടെ ജീവിതം മാറുവാനായിട്ട് തുടങ്ങി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന സക്കായിയെ ആമേൻ യേശു കർത്താവ് അവനെ വിളിച്ചിറക്കിയപ്പോൾ അവൻ കണ്ടു നിന്നവർ പറഞ്ഞു, ഇവൻ പാപിയാണ്. ആമേൻ ഹല്ലേലൂയ. ഈ പാപിയോടുകൂടെ കർത്താവ് ആമേൻ ഹല്ലേലൂയ താമസിക്കുവാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ പരിഹസിച്ചവർ, പുച്ഛിച്ചവരുണ്ട്. എന്നാൽ ആമേൻ യേശു കർത്താവ് ഹല്ലേലൂയ സക്കായിയുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് കടന്നുപോയി. ആമേൻ ഹല്ലേലൂയ. സക്കായി യേശുവോട് സംസാരിച്ചപ്പോൾ തന്നെ ആമേൻ സക്കായിയുടെ സ്വഭാവങ്ങൾക്കകത്ത് ആമേൻ ജീവിതത്തിൻ്റെ അകത്ത് ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ യേശു കർത്താവ് സക്കായിയോട് പറഞ്ഞില്ല, ആമേൻ നീ കഴിഞ്ഞ നാളുകളിൽ പാപിയായിരുന്നു, ചുങ്കക്കാരനായിരുന്നു, അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ചതുവായി വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ യേശു കർത്താവ് പറഞ്ഞില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ തിരഞ്ഞെടുപ്പ് ആമേൻ യേശു കർത്താവ് സക്കായിയോട് സംസാരിച്ചതിന് ശേഷം ആമേൻ സക്കായി യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, ആമേൻ ഞാൻ വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് തിരിച്ചു കൊടുത്തോളാം. നോക്കിക്കേ, അവന് അന്ന് വരെയും പാപിയാണ്. ആമേൻ ധനവാനായിരുന്നു, ചുങ്കക്കാരനായിരുന്നു. ആമേൻ ചുങ്കക്കാരനായ സക്കായി ആമേൻ ഒരു സാധാ സക്കായായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വരുമ്പോൾ ആമേൻ നമ്മുടെ സ്വഭാവങ്ങൾക്കകത്ത് മാറ്റം വരും. ആമേൻ നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് മാറ്റം വരും. ആമേൻ നമ്മുടെ ഭവനങ്ങൾക്കകത്ത് മാറ്റം വരും. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഇവൻ അബ്രഹാമിൻ്റെ പുത്രനാകിയാൽ ആമേൻ ഹല്ലേലൂയ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നമ്മൾ യേശു കർത്താവിൻ്റെ മക്കളാകിയാൽ നമ്മുടെ ഭവനങ്ങൾക്കകത്തൊരു രക്ഷ കടന്നു വരണം. ആമേൻ സക്കായിയുടെ ജീവിതത്തിൻ്റെ അകത്തൊരു മാറ്റം വന്നതുപോലെ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ദൈവം വലിയ വലിയ മാറ്റങ്ങളിലേക്ക് ആമേൻ നയിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. സക്കായിയുടെ ചെറിയ ആഗ്രഹം കണ്ട് ആമേൻ സക്കായിയുടെ ഉള്ളത്തെ അറിഞ്ഞ ദൈവം ഈ ദിവസങ്ങൾ നിങ്ങളുടെ ഉള്ളത്തെ അറിയുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ ഏത് പ്രതിസന്ധികൾക്കകത്തായിരിക്കുന്നുവോ, ഏത് പ്രതികൂലമായ സാഹചര്യത്തിൻ്റെ അകത്തായിരിക്കുന്നുവോ, അതിൻ്റെ അകത്തുനിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ ജീവിതം ഒരു ചരിത്രമാകും വണ്ണം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവം നിങ്ങളെ മാറ്റും. യേശുവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുവാനുള്ളൊരു ആഗ്രഹവും, യേശുവിനെ നമ്മുടെ ഭവനങ്ങൾക്കകത്തേക്ക് സ്വീകരിക്കുവാനുള്ളൊരു ആഗ്രഹവും ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മൾ ആമേൻ ഒരുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ, ആമേൻ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ആമേൻ വരും ദിവസങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളുടെ ഭവനത്തിൻ്റെ അകത്ത് നടക്കും. ആമേൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ സാക്ഷ്യങ്ങളെ ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ.